ഒരു റെസിപ്പി കൊണ്ട് പല റെസിപ്പി ഉണ്ടാക്കാൻ പറ്റിയാലോ, അല്ലെങ്കിൽ ഒരു റെസിപ്പി പല വിധത്തിൽ യൂസ് ചെയ്യാൻ പറ്റിയാലോ നല്ലതല്ലേ? നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി ഓർക്കുന്നുണ്ടോ? കറിവേപ്പില പൊടി. ഇന്ന് ആ ഒരു കറിവേപ്പില പൊടി എങ്ങനെ പല വിധത്തിൽ യൂസ് ചെയ്യാന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഈ വീഡിയോയ്ക്ക് മേലെ കാർഡിൽ ഇടുന്നുണ്ട് ആ വീഡിയോ ലിങ്ക്. ആദ്യത്തെ യൂസ്, നമ്മൾ നല്ല തിരക്കിലാണ്, കറിയും ഉപ്പേരിയും ഒന്നും ഉണ്ടാക്കാൻ ടൈമില്ലാത്തപ്പോൾ ഈ രീതിയിൽ നമുക്ക് കറിവേപ്പില പൊടി ഉപകാരപ്പെടും. ബാ കാണിച്ചു തരാം. കുറച്ച് ചൂട് ചോറ് ഒരു പാത്രത്തിലേക്ക് ഇടുക. അതിൻ്റെ മേലിലേക്ക് എരിവനുസരിച്ച് നമ്മൾ കറിവേപ്പില പൊടി ഇടുക. ഞാൻ എപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കുന്നത്, അതുകൊണ്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് വേണമെങ്കിൽ കുറച്ച് എക്സ്ട്രാ അതും ചേർത്ത് കൊടുക്കുക. കറിവേപ്പില പൊടിയിൽ ഓൾറെഡി ഉപ്പുണ്ട് കേട്ടോ. എന്നിട്ട് അങ്ങോട്ട് ഞെരടി അങ്ങ് തിരുമ്മി അങ്ങ് പിടിപ്പിച്ചു കൊടുക്കുക ചോറിൽ മുഴുവനും. എന്നിട്ട് അങ്ങോട്ട് കഴിക്കുക, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ രുചി അപാരമാണ് കേട്ടോ. നമ്മൾ ഒരു വേറെ നമ്മൾ എപ്പോഴും കറി, ചോറ്, ഉപ്പേരി, ഫ്രൈ അങ്ങനെയൊക്കെ അക്കമ്പനിമെൻ്റായിട്ട് നമുക്ക് വേണം. പക്ഷെ ഏറ്റവും സിമ്പിളായിട്ട് കഴിക്കുമ്പോഴാണ് നമുക്ക് സംതൃപ്തിയായിട്ട് കഴിക്കാൻ തോന്നുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് അതിനൊരു എക്സാമ്പിളാണ്. നിങ്ങൾ കറിവേപ്പില പൊടി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ. പിന്നെ ഇവിടെ നെയ്യ് വേണമെങ്കിൽ ചേർക്കാം, പച്ച വെളിച്ചെണ്ണ കൂടെ ചേർക്കാം. നെയ്യോ പച്ച വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്താലും ഇതിന് ഭയങ്കര രുചിയാണ്. ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്തത്, ഈ ഒരു കറിവേപ്പില പൊടി റെസിപ്പി കൊണ്ട് വേറൊരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയാലോ? ബാ, ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. കടുക് 1 ടീസ്പൂൺ, വറ്റൽമുളക് 2 എണ്ണം, 10-12 കറിവേപ്പില, കടലപ്പരിപ്പ് 2 ടീസ്പൂൺ, നമ്മുടെ നിലക്കടല 30 മുതൽ 40 ഗ്രാം വരെ, കശുവണ്ടിപ്പരിപ്പ് 30 ഗ്രാം, നമ്മുടെ കറിവേപ്പില പൊടി 3.5 ടേബിൾ സ്പൂൺ, 3 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1.5 ടീസ്പൂൺ നെയ്യും ഒരുമിച്ച് ചേർത്തത്. ഇങ്ങനെ ചേർക്കുമ്പോഴാണ് രുചി അധികമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി വേവിച്ച ചോറ് വേണം. ഞാൻ കൈമയാണ് എടുത്തിട്ടുള്ളത്. 500 ml പാത്രത്തിൽ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന റൈസിന് പാകമായിട്ടുള്ള ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. പാൻ ചൂടാകുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചുള്ള വെളിച്ചെണ്ണയും നെയ്യും കൂടെ ചേർന്നിട്ടുള്ള ആ കോമ്പിനേഷൻ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മഴയാണ് ഈ പുറത്ത്, അതിൻ്റെ ശബ്ദം നന്നായിട്ട് കേൾക്കുന്നുണ്ട് ഇതിലേക്ക്. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതൊരു 10-15 സെക്കൻഡോളം വഴറ്റിയതിന് ശേഷം നമുക്ക് നിലക്കടല ചേർത്ത് കൊടുക്കാം. ഇതപ്പം നിലക്കടല ചേർത്ത് കൊടുക്കുകയാണ്. ഇതും ഒരു 10-15 സെക്കൻഡ് നേരം വഴറ്റിയതിന് ശേഷം അടുത്തത് ചേർത്ത് കൊടുക്കാം. ഇത് ഇനിയിപ്പോൾ കശുവണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇനിയിപ്പോൾ കശുവണ്ടിപ്പരിപ്പ് നല്ല ഫോമായി ഒരു ഇളം ബ്രൗൺ കളർ വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതായത് കണ്ടോ, നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് ഒന്നും കരിഞ്ഞിട്ടില്ല, പക്ഷെ നല്ല ഫോം ആയിട്ടുണ്ട്, പാകത്തിനായിട്ടുണ്ട്.
ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് വറ്റൽമുളകും കറിവേപ്പിലയാണ്. ഇതെന്തുകൊണ്ടാണ് ആദ്യം ചേർക്കാതിരുന്നതെന്ന് വെച്ചാൽ, ആദ്യം ചേർത്തിട്ട് നമ്മൾ ഇത്രയും നേരം ഈ പരിപ്പുകളൊക്കെ വഴറ്റുന്ന നേരം കൊണ്ട് അത് കറുത്ത കളറാവാൻ ചാൻസ് ഉണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് കറിവേപ്പില പൊടി ചേർക്കാൻ പോകുന്നത് കേട്ടോ. ഞാനിപ്പോൾ ആദ്യം ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ കറിവേപ്പില പൊടിയാണ്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ കറിവേപ്പില പൊടി കുറച്ച് കഴിഞ്ഞിട്ടേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഈ കറിവേപ്പില പൊടി നന്നായിട്ടൊന്ന് മുരിയുന്ന വരെ അതിലെ ഫ്ലേവേഴ്സൊക്കെ ഒന്ന് ഈ കൂട്ടിലേക്ക് ഇറങ്ങുന്നത് പോലെ നല്ലോണം വഴറ്റി കൊടുക്കുക. ഒരു 15 സെക്കൻഡോളം വഴറ്റി കൊടുക്കുക. ഞാൻ ഈ പ്രാവശ്യം കറിവേപ്പില പൊടി പൊടിച്ചപ്പോൾ അതിൽ മഞ്ഞൾ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാനിത് അതുകൊണ്ട് ഒരു നുള്ള് മഞ്ഞൾ ഇതിലേക്ക് ചേർക്കാൻ പോവാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. ഇതിപ്പം മസാലയൊക്കെ വന്നൊരു പാകമായിട്ടുണ്ട്. ഇത് നമ്മൾ വേവിച്ച അരി ചേർക്കാൻ പോവാണ്, ചോറ് ചേർക്കാൻ പോവാണ് കേട്ടോ. മസാല ചോറിൽ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആകുന്നത് പോലെ മൊത്തമായിട്ടും ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ ബാക്കിയുള്ള 1/2 ടേബിൾ സ്പൂൺ പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക. നല്ലൊരു മണം വരുന്നുണ്ട് ഇപ്പോൾ. ഫുള്ള് ഇവിടെയൊക്കെ നിറയെ ഈ ഒരു മണമാണ്, കൊതിപ്പിക്കുന്നൊരു മണമാണ്. അപ്പോൾ പെട്ടെന്ന് രാവിലെ വൈകി എഴുന്നേറ്റു നമുക്ക് കറി സ്കൂളിലേക്ക് എല്ലാവർക്കും കൊടുത്തു വിടാൻ പെട്ടെന്ന് പ്രിപ്പയർ ആക്കാനും സമയമില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിൽ നിലക്കടലയും കശുവണ്ടി പരിപ്പൊന്നും നിർബന്ധമല്ല, പക്ഷെ അത് ഉണ്ടായാൽ നല്ല രുചിയാണ്. അതാണ് ഒന്നെന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇത് വളരെ ഉപകാരപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് റൈസിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഇരിക്കെ ഒരു നിറം കൂടി വരും കേട്ടോ. ഫോട്ടോയ്ക്ക് വേണ്ടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താണ് കേട്ടോ. കറിവേപ്പില പൊടിച്ചോറ് റെഡി. ഇനി അടുത്ത റെസിപ്പി, ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ കൂടെ തൊട്ട് കൂട്ടാനൊരു കട്ട ചട്നി. ഇതൊരു 4 പേർക്കുള്ള റെസിപ്പിയാണ്. ആദ്യം വേണ്ടത് നമ്മുടെ കറിവേപ്പില പൊടി തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അടുത്തത് വേണ്ടത് തേങ്ങയാണ്. അത് ഏകദേശം 100 to 150 ഗ്രാം എടുക്കുക കേട്ടോ. ചിരവി എടുത്താലും പൂണ്ടെടുത്താലും ഒന്നും കുഴപ്പമില്ല. നമുക്ക് ഇതിൻ്റെയൊക്കെ ടെക്സ്ചർ ഒന്ന് കട്ട് ഡൗൺ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ എല്ലാം റെഡി ആയിക്കോളും ഇങ്ങനെ പൂണ്ടെടുത്താലും. ഇനി വേണ്ടത് ചെറിയുള്ളിയാണ്. മീഡിയം ടു ലാർജ് സൈസ് ആണെങ്കിൽ 3 മുതൽ 4 വരെ. ഇവിടെ എനിക്ക് ചെറിയ സൈസിലാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ 6-7 വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പാകത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഈ പരുവത്തിനാക്കി എടുക്കണം. സംഭവം റെഡിയാണ് കേട്ടോ. ഇനി നമുക്ക് ഇഡ്ലിയുടെ കൂടെ കഴിക്കാതെ. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇഡ്ലിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇഡ്ലി എടുത്തത്. പക്ഷേ ഇത് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇത് ബെസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കൊരു ലൂസ് ചട്നി ഉണ്ടാക്കാം. ഇഡ്ലിയുടെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ മേളിൽ കൂടെ ഇങ്ങനെ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന വിധത്തിൽ. വാ, കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കണം നമുക്ക്.
നമ്മുടെ കട്ട ചട്നിയുടെ അതേ ഇൻഗ്രീഡിയൻസ് ആണ്, ഒരു വ്യത്യാസമില്ല. 3 ടേബിൾ സ്പൂൺ കറിവേപ്പിലപ്പൊടി, 100 ഗ്രാം തേങ്ങ, 4-5 ചെറിയുള്ളി, ഇത്രയും മതി അരയ്ക്കാൻ വേണ്ടിയിട്ട്. അരച്ച് വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് ഉപ്പും അഡ്ജസ്റ്റ് ചെയ്ത് ഇതുപോലെ ലൂസാക്കി എടുക്കുക. നിങ്ങൾക്ക് വേണ്ടതുപോലെ ലൂസാക്കി എടുക്കുക. എന്നിട്ട് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും താളിച്ചിടാം. ഇത്ര മാത്രം മതി. ഇനി ഇത് ഇഡ്ഡലിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചിട്ട് ശരിയാവുന്നില്ല. ഇത് മൊത്തത്തിൽ അങ്ങോട്ട് കമഴ്ത്താൻ പോവാണേ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങോട്ട് കഴിക്കാം. ദിസ് ഇസ് സംതിങ് ലൈക്ക് സോൾ സാറ്റിസ്ഫൈങ് തിങ് അല്ലേ. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ 4 റെസിപ്പീസും വളരെ ടേസ്റ്റിയാണ്. പക്ഷേ ആസ് എ മലയാളി എനിക്ക് ഈ ലൂസ് ചട്നിയോടാണ് പ്രിയം കൂടുതൽ. ഇങ്ങനെ മുളകൊക്കെ ഇങ്ങനെ പിഴിഞ്ഞ് കഴിക്കുക എന്ന് പറയുന്നൊരു ഗിൽറ്റ് പ്ലഷറാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും വിചാരിക്കുന്നത്. പക്ഷെ എന്നാലും കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഈ ഉണ്ടാക്കിയ 4 എണ്ണത്തിലും ഏത് തരത്തിൽ യൂസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് ഒന്ന് കമൻറ്റിലിടണേ. നോക്കട്ടെ എത്ര പേര് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോയെന്ന് നോക്കട്ടെ. അപ്പോൾ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ പ്രിഫറൻസ് ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതെ, നമ്മുടെ ചാനലിൻ്റെ പേരെന്താ? കേരള മുക്കാൽ